Welcome guys, welcome to the fourth session of this chapter consumer behavior. So earlier session we talked about utilities, indifference curve, and last class we started with budget and budget set. We talked about budget line. So what was the equation of budget line? Guys, to try to remember, budget line equation is P1x1 plus P2x2 is equal to M. So total cost 40 angadaayirunnu 40 price 4 5 apple orange angana P1x1 plus P2x2 is equal to M. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ബഡ്ജറ്റ് ലൈനിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. സോ ദിസ് ക്ലാസ് വി ആർ ഗോണ ലുക്ക് അറ്റ് സ്ലോപ്പ് ഓഫ് എ ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് അതായത് ചെരിവ്. സോ ലീവ് ബഡ്ജറ്റ് ലൈൻ. വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ? ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? നമുക്ക് ഒരു ലൈനിൻ്റെ സ്ലോപ്പ്, ഒരു ചെരിവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ലൈൻ എത്രത്തോളം ചെരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സോ if this is one line, this line will be having 2 points, say x1 y1 x2 y2. So x1 y1 x2 y2 ഇതാണ് രണ്ട് പോയിന്റ്. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, സ്ലോപ്പിന്റെ ഇക്വേഷൻ y2 minus y1 by x2 minus x1 ആണ്. y2 minus y1 by x2 minus x1. ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ ഡെൽറ്റ y1 by ഡെൽറ്റ y by ഡെൽറ്റ എക്സ്. വൈയിൽ ഉണ്ടാകുന്ന മാറ്റം ഡിവൈഡഡ് ബൈ എക്സിൽ ഉണ്ടാകുന്ന മാറ്റം. ഇതാണ് ഒരു ലൈനിൻ്റെ നിങ്ങൾ വേറെ എന്ത് ലൈനിന് ഭാവി പഠിക്കുകയാണെങ്കിലും ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഇതാണ്. രണ്ട് പോയിന്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ y2 minus y1 by x2 minus x1. So this is slope of a line. This is 10th standard mathematics. So now we are looking into slope of a budget line. ഈ ഒരു സ്ലോപ്പിൻ്റെ ഐഡിയ നമ്മൾ ബഡ്ജറ്റ് ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. So we have good 1, good 2, all good, and this is our budget line. So what will be this? ഈ ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? m by p1, ഇത് m by p2. അതോടെ ആവശ്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ ഒരു റിവിഷൻ പോലെ, ഈ എക്സ് ഇന്റർസെപ്റ്റും y interceptum. So we have 2 points here. 2 points. One point is x1 x2. Here it is our x1 delta x1 x2 delta x2. ഈ ഡെൽറ്റേൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇപ്പം ക്ലിയർ ആവേ. ഇതാ നോക്കിയാൽ ഈ എക്സ് ആയിരുന്നു ഇവിടെ ഉള്ളത്, x1 ഇവിടെ ആയിരുന്നു. പുതിയൊരു പോയിന്റ് ഇങ്ങോട്ട് മാറി, ഈ x1 ഇങ്ങോട്ടേക്ക് മാറി, x1 ഈ പോയിന്റിലേക്ക് വന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ഒരു ഡെൽറ്റ x1 കൂടി ഈ x1, അതായത് ഈ x1 ഇവിടെ x2 ആണ്, x2 ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ x2ൻ്റെ വ്യത്യാസം വന്നു. സോ ഈ ഡെൽറ്റ ചിലപ്പം മൈനസും പ്ലസും എല്ലാം ആവും. ഇവിടുന്ന് സ്വാഭാവികമായിട്ടും ഈ x1 ഈ x2ലേക്ക് എത്തുമ്പോൾ ഡെൽറ്റ പ്ലസ് ആയിരിക്കും. ഒരു മാറ്റം വന്നു എന്നുള്ള രീതിയിൽ, അതായത് x1 എത്രയോ കൂട്ടിയപ്പോൾ x1 പ്ലസ് ഡെൽറ്റ x1ലേക്ക് നമ്മളെത്തി. ഈ ഒരു പോയിന്റ് x1 പ്ലസ് ഡെൽറ്റ x1ലേക്ക് നമ്മളെത്തി. x2 എന്തോ ഒരു മാറ്റം സംഭവിച്ചു. അത് ചിലപ്പോൾ ഇവിടെ കുറഞ്ഞതാണ് എക്സാക്ട്, കാരണം ഇവിടുന്ന് മുകളിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഡെൽറ്റ നെഗറ്റീവ് ആണ്. പക്ഷെ നെഗറ്റീവ് എന്ന് പ്രത്യേകിച്ച് എഴുതണമെന്നില്ല, കാരണം നമ്മൾ 5 പ്ലസ് മൈനസ് 7 എഴുതിയാലും 5 മൈനസ് 7 ആണ്, അല്ലെങ്കിൽ 2 പ്ലസ് മൈനസ് 1 എഴുതിയാലും 2 മൈനസ് 1 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ വി ആർ നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റിംഗ് ഇറ്റ് ആസ് x2 മൈനസ് ഡെൽറ്റ x2. ഒരു ഫോർ ദ നെയിം സേക്ക് ഈ ഇങ്ങനെ x2 പ്ലസ് ഡെൽറ്റ x2 രണ്ട് പോയിന്റാണ് നമ്മളെ രണ്ട് പോയിന്റ് x1 പ്ലസ് x2 x1 പ്ലസ് ഈ ഒരു ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്താ നമ്മളെ x1 y1 ആണ്, ഇത് നമ്മളെ x2 y2 ആണ് അല്ലേ. y ആക്സിസിലെ ഇത് ഞാൻ നേരത്തെ നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയത് കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലോപ്പ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ ഈ ഇക്വേഷൻ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താക്കാനാവും, കണ്ടുപിടിക്കാനാവും. സോ ട്രൈ മെമ്പറിങ് വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ഡെൽറ്റ. ദിസ് ഡെൽറ്റ x2 ആണ് x2ൽ ഉണ്ടായ ചേഞ്ച്, ഡെൽറ്റ x1 ആണ് എന്ത് x1ൽ ഉണ്ടായ ചേഞ്ച്. ആൻഡ് ഹിയർ വി ഹാവ് വാട്ട് p1 x1 is equal to p2 x2 is equal to m. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ബഡ്ജറ്റ് സെറ്റാണ്. ഈ ഒരു സാധനത്തിനും കൂടി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ
ഈ ഒരു പോയിന്റിൽ നമ്മളെ ഈ ഒരു ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? P1x1 plus P2x2 is equal to M. കാരണം എന്താ, ഈ x1 x2 അതുപോലെ അതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു. ഈ x1 ഇവിടെയും ഈ x2 ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു. ഇനി ഇവിടുത്തെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഒബിയസ്ലി P1 x1ന്റെ ബണ്ടിലിന് എത്ര? x1 പകരം x1 plus delta x1 plus delta x1. അതുപോലെ P2 ഇൻറ്റു എന്താണ് x2 plus delta x2 is equal to M. എമ്മിൽ മാറ്റം ഉണ്ടാവോ? ഇല്ല, എം എപ്പോൾ നമ്മൾ സെയിം ആണ്. സോ ഇനിയിപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് പെട്ടെന്ന്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. y2 - y1 ഡെൽറ്റ y1 ഡെൽറ്റ x1. നമ്മുടെ y എന്താ ഇവിടെ? നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 ആണ്. നമുക്കറിയാം. അത് നമുക്ക് ഇതിൽ തന്നെ വളരെ ക്ലിയർ ആണ്. കാരണം ഈ ഡെൽറ്റ y2 പകരം ഇവിടെ x2 ആണുള്ളത്, ഡെൽറ്റ x1 ഇവിടെ x1 തന്നെ. അപ്പോൾ അവിടെ സ്ലോപ്പ് ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1, ഇതാണ് നമ്മളെ സ്ലോപ്പ്. ഇത് നമുക്കറിയാം. പക്ഷേ ഈ സ്ലോപ്പിനെ നമ്മളൊരു വേറൊരു P1ൻ്റെയും P2ൻ്റെയും ടേംസിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ വി ഹാവ് ഇക്വേഷൻ നമ്പർ 1 ഹിയർ, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ക്ലിയർ ആണ്. നോക്കിയാൽ BTS Max is involved, so listen carefully. Equation number 1 and equation number 2. We are doing 2 minus 1. രണ്ടിന്ന് ഒന്ന് കുറയ്ക്കുകയാണ്. So what will happen? This minus this. P1 into x1 minus P1 കോമൺ ആണ് ഇതിൽ, x1 മൈനസ് P1 ഇവിടെ മൊത്തം മൈനസ് ഉണ്ടാവും. അപ്പോൾ P1 മൈനസ് x1 പ്ലസ് ഡെൽറ്റ x1 പ്ലസ് P2 ഇൻറ്റു x2 മൈനസ് x2 പ്ലസ് ഡെൽറ്റ x1. എമ്മും ക്യാൻസൽ ആയിട്ട് പോയിട്ട് 0 ഉണ്ടാവും. സോ P1 x1 P2 x2, ഇത് ഈ 1 2 നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്തത്. സോ ഇപ്പോൾ ബി ക്ലിയർ ദാറ്റ് വാട്ട്, ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ 1 മൈനസ് 2 ചെയ്തു. സോ 1 മൈനസ് 2 ചെയ്തു. സോ ഇനി ഈ ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1ലേക്ക് എത്തുകയാണ് നമ്മൾ വേണ്ടത്. സോ P2 is equal to മൈനസ് x2 മൈനസ് ഡെൽറ്റ x1, P1 is equal to, ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിയേ, ഈ x1 അങ്ങ് ക്യാൻസൽ ആയിപ്പോ, ഈ x2 അങ്ങ് ക്യാൻസൽ ആയിപ്പോ. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടാവും ആകെ P1 ഡെൽറ്റ x1 പ്ലസ് P2 ഡെൽറ്റ x2 is equal to 0 എന്നുള്ളൊരു ഇക്വേഷനാണ്. സിമ്പിളായിട്ട് ഈ 1 2 കുറച്ചാൽ നമുക്ക് ബാക്കിയാവുന്നത് ഈ ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇക്വേഷൻ നമ്പർ 3 P1 ഡെൽറ്റ x1 is equal to P2 ഡെൽറ്റ x2 is equal to 0. സോ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് എഴുതാൻ പോവാണ്. P1 ഡെൽറ്റ x1 പ്ലസ് P2 ഡെൽറ്റ x2 is equal to 0. ഈ P2 അങ്ങ് അപ്പുറം പോയി, അല്ലെങ്കിൽ ഈ P1 അങ്ങ് അപ്പുറം പോയി. P2 ഡെൽറ്റ x2 is equal to minus P1 delta x1. So what will happen? Delta x2 by delta x1 is equal to minus P1 by P2. സിമ്പിൾ മാത്സ് ആണ് ഇവിടെ വന്നത്. സിമ്പിൾ മാത്സ് ആണ് വന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. P2 ഡെൽറ്റ x2 ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ പോകുമ്പോൾ ഡിവിഷൻ ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അതെന്തായി ഇവിടെ ഡിവിഷനായി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അത് ഇവിടെ വന്നപ്പോൾ ഡിവിഷനായി. ഈ x1 ഈ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഡിവിഷനായി, ഈ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഡിവിഷനായി. അപ്പോൾ ഈ x2 ബൈ x1 is equal to മൈനസ് P1 ബൈ P2. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് ഇതിൻ്റെ സ്ലോപ്പ് ഇതായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താ, ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഡെൽറ്റ വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് by delta x ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമുക്കറിയാം. സോ this graph clearly said to us that slope of this is delta x2 by delta x1. ഇതാണ് ഇതിന്റെ സ്ലോപ്പ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ആ ഡെൽറ്റ x2 by ഡെൽറ്റ x1ലെ നമ്മൾ എന്താക്കി, ഈ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ ഈ P1 by P2 എന്ന ടേംസിലേക്ക് എഴുതി.
ഈ ഇക്വേഷൻസ് എങ്ങനെ വന്നു? ബഡ്ജറ്റ് ലൈൻ കൊണ്ട്. ബഡ്ജറ്റ് ലൈൻ ഇറ്റ് ഇസ് ക്ലിയർ. 1 - 2 നമ്മൾ എന്താക്കി? ഈ 1 നീ 2 കുറച്ചപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചു. ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതായത് P2 P1 ഒന്ന് അപ്പുറം പോയി, P1 അപ്പുറം പോയി, നമ്മൾ ഇങ്ങനെ എഴുതി. അതായത് ഇത് ഇങ്ങനെ എഴുതി. അതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതി. സോ ഇൻ ടോട്ടൽ സ്ലോപ്പ് ഓഫ് എ ബഡ്ജറ്റ് ലൈൻ ഈസ് -P1/P2. Clear? Very important. Slope of a budget line is -P1/P2. Okay, we have looked into the slope of a budget line, that is -P1/P2. So next we are going to look at what are the shift in budget line. Budget line എങ്ങനെയുള്ള ഷിഫ്റ്റ് വരാന്നുള്ളതാണ്. So budget line equation is P1x1 plus P2x2 is equal to M. So ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ 40ൽ നമ്മൾ പറഞ്ഞിരുന്നു 0, 1ഉം 0 എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യും. P1x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ആണ് നമ്മളെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. P1x2 പ്ലസ് P2x2 is equal to M ആണ് നമ്മളെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. സോ നമ്മൾ ഏറിയൽ എക്സാമ്പിൾ, അതായത് പഴയ ആപ്പിൾ ഓറഞ്ചിൻ്റെ എക്സാമ്പിളിൽ P1 is equal to 5, P2 is equal to 4, M is equal to 40. അതിനെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ P1 വരെ 5 പറഞ്ഞു, P2 വരെ 4. സോ 5x1 പ്ലസ് 4x2 is equal to 40. This is our budget line equation. So there comes a change. ഇതിലൊരു മാറ്റം വരുമ്പോൾ എങ്ങനെ നമ്മൾ ബഡ്ജറ്റ് ലൈന് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ. സോ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ വി ആർ ഡ്രോയിങ്. ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ good 1, good 2. സോ ഇതിൻ്റെ തന്നെ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദിസ് ഇന്റർസെപ്റ്റ്? M/P1, M/P2. So M/P1 is 40/5, 8, 8, 0, 10, 0, 10. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ. ഇതിൻ്റെ ബഡ്ജറ്റ് ലൈൻ. സോ there is a change. So now a change comes. Income of the consumer increases. കൺസ്യൂമറിൻ്റെ ഇൻകം കൂടി. നമ്മൾ ഇൻകം M എന്ന് 40 എന്തായി? M 60 ആയി. ഇൻകം കൂടി. So what will happen to our budget line equation? So our budget line equation will become 5x1 plus 4x2 is equal to 60. Got it? Do we have a change in prices? No. പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവില്ല. എന്താവും? ഈ നമ്മുടെ ഇൻകത്തിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. സോ ബിഫോർ ദാറ്റ് ഒരു ബഡ്ജറ്റ് സെറ്റ് ഡിപ്പെൻഡ് ഓൺ 2-3 തിങ്സ്, റൈറ്റ്? ഒരു ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്ന ഈ ബണ്ടിൽ ഉണ്ടല്ലോ, അതായത് ഈ 80-010 അതാണ് നമ്മളെ ബണ്ടിൽ, ആ കൺസപ്ഷൻ ബണ്ടിൽ. ആ കൺസപ്ഷൻ ബണ്ടിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഇൻകമാണ്. ഇവിടെ ഈ ഇൻകം സപ്പോസ് 100 ആയിരുന്നെങ്കിൽ, നമുക്ക് M/P1 5 20ഓളം ഗുഡ് ഇവിടെ കൺസ്യൂം ചെയ്യായിരുന്നു. സോ അവർ കൺസപ്ഷൻ ബണ്ടിൽ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. സ്വാഭാവികമായിട്ട് അത് സിമ്പിൾ ലോജിക്കിൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് പൈസേനനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്ന ഗുഡ് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുക. നമ്മുടെ അടുത്ത് പൈസ കൂടുമ്പോൾ നമുക്ക് കുറേ ഗുഡ് വാങ്ങാൻ പറ്റും. വെൻ വി ഹാവ് ലെസ് മണി, നമ്മളുടെ അടുത്ത് പൈസ കുറയുമ്പോൾ നമുക്ക് കുറച്ച് ഗുഡേ വാങ്ങാൻ പറ്റും. സോ ദർ ഇസ് ദാറ്റ് ഡിഫറൻസ്, റൈറ്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. Then there is one more thing. So suppose this was 40, income 40 ആണ്, but the price of what? Apple and oranges, right? Apple oranges was 2. 2 രൂപയായിരുന്നു ഓറഞ്ച് എങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരുന്നു? 20ഓളം ഓറഞ്ച് കൺസ്യൂം ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളെ ഇൻകത്തിൽ നമ്മളെ ബഡ്ജറ്റ് കൺസപ്ഷൻ ബണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഗുഡ്സിൻ്റെ പ്രൈസിൽ എന്താകും? കൺസപ്ഷൻ ബണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ ഹിയർ വി ആർ കമ്മിങ് ബാക്ക് ടു അവർ ഗ്രാഫ്. ഹിയർ വാട്ട് ഹാപ്പൻസ്? അവർ ഇൻകം ഇൻക്രീസസ്. ഇൻകം കൂടുന്നു. സോ ഇൻകം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ അവർ ഇൻകം ഈസ് 60. ഇതിൽ നമ്മൾക്ക് ആപ്പിൾ മാത്രം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ആപ്പിൾ കൺസ്യൂം ചെയ്യാൻ പറ്റും? സി ദാറ്റ് ഈസ് സിമ്പിൾ. ആ എക്സ് ഇൻ്റർസെപ്റ്റിൻ്റെ ഇത് നോക്കിയാൽ മതി. M/P1 നോക്കിയാൽ മതി. ഈ ഗുഡ് 1 മാത്രമാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ 60/5 12 ഗുഡ്സ് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇനി ഓറഞ്ച് മാത്രമേ കൺസ്യൂം ചെയ്യുന്നെങ്കിൽ 60/4 15 ഗുഡ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. 0, 15. ഇപ്പോൾ 2 പോയിന്റ് കിട്ടിയാൽ നമുക്ക് പിന്നെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. അതാണ് ഒരു ലൈന് വരയ്ക്കാനാകെ 2 പോയിന്റിൻ്റെ ആവശ്യമുള്ളൂ. സോ എന്തായി? പുതിയ ബഡ്ജറ്റ് ലൈൻ വരച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ലൈൻ കൂടി. സോ when income increases, our budget line shift rightwards. So ഒരു ബേസിക് സംഗതി ഉണ്ട്. അതായത്
ഒരു ലൈനിൻ്റെ എന്തെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരു ഇൻക്രീസിനെ ഒരു റൈറ്റും ആയിട്ട് നിങ്ങൾ ഓർമ്മിക്കുക. അതുപോലെ ഡിക്രീസിനെ ഒരു ലെഫ്റ്റും ആയിട്ടും. റിമെമ്പർ ദ കീവേഡ് ഇൻക്രീസ് മീൻസ് റൈറ്റ്. ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ചാടും. ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും. സോ ദാറ്റ്സ് ഇറ്റ്. റൈറ്റ് ലെഫ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക്, ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക്. സോ വി ക്യാൻ ഒബിയസ്ലി സേ ദാറ്റ് നമ്മൾ റാൻഡമായിട്ട് സിമ്പിളായിട്ട് ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചു. ദിസ് ഇസ് അവർ ബഡ്ജറ്റ് ലൈൻ. അവർ ഇൻകം ഇൻക്രീസസ്. അവർ ന്യൂ ബഡ്ജറ്റ് ലൈൻ വിൽ ബി ദിസ്. കണ്ണടച്ച് പറയാൻ പറ്റും. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കാണ് ഒരു ലൈൻ ഷിഫ്റ്റ് ചെയ്യുക. സോ ഐ ഹവ് ഷോൺ ഇറ്റ് ഇൻ എക്സാമ്പിൾസ്. റൈറ്റ് 60 ആയപ്പോൾ നമ്മുടെ എക്സ് ഇൻ്റർസെപ്റ്റ് m/40 12 ഇത് 0.15. 0.15 ആകുന്നത് നിങ്ങൾക്ക് അറിയാം m/p2. അപ്പോൾ 60/p2 എത്ര? p2 എത്രയാണ്? 4. അങ്ങനെയാണ് 15 ആകുന്നത്. അങ്ങനെയാണ് 0.15 0.12 2 പോയിന്റ് കിട്ടിയപ്പോൾ നമ്മൾ അത് രണ്ടും ജോയിൻ ചെയ്തപ്പോൾ there is an increase in income, budget line shift rightwards. The same thing we can say about decrease also. Our initial budget line ഇതായിരുന്നു. Initial budget line ഈ 60 ആയിരുന്നു. Initial budget line ഇതായിരുന്നു. This was our initial one. So our income decreases. Income decreases to 40. Then what will happen? Again ഈ ഇപ്പം നടന്നതൊന്ന് തിരിച്ച് ചിന്തിക്കുന്നത്, അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. So this income, when there is an increase in income, the curve shift rightwards. When there is a decrease in income, the curve shift leftwards. So ആ ഒരു ഇൻകത്തിന് നമ്മൾ മാറ്റം അതായത് ഇവിടെയുള്ള എന്തായിരുന്നു? നമ്മുടെ എന്തായിരുന്നു? 40 ആയിരുന്നു. ഇവിടെയുള്ള നമ്മുടെ എന്താണ്? 60 ആണ്. ബട്ട് അവർ P1 ഓൾവേസ് റിമെയിൻഡ് 5. സോ അതുകൊണ്ടാണ് നമുക്ക് 8 ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിന് വരെ ഇവിടെ 12 ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത്. സോ ഹിയർ അവർ M വാസ് 40. ഹിയർ അവർ M ഇൻക്രീസ്ഡ് ടു 60. So that way 60/4 15 0.15 we joined that. So an increase in income is associated with a rightward shift of budget line. A decrease in income is associated with a leftward shift of budget line. So we look to a shift in budget line when there is an increase in income. So നമ്മൾ ബഡ്ജറ്റ് സെറ്റിനെ സ്വാധീനിക്കുന്ന വേറൊരു ഫാക്ടർ ആയിട്ട് പറയുന്നത് ഗുഡ്സിന്റെ പ്രൈസ് ആയിരുന്നു. So here as we the same initial budget line P1 x1 plus P2 x2 is equal to M. Our P1 was 5, P2 is 4, and writing it at 5x1 plus 4x2 is equal to 40. This is our initial thing. So here our P1 is 5, right? P1 is 5. So we have drawn the budget line അതായത് നമ്മുടെ good 1, good 2. So we have drawn the budget line. So ഈ P1 5, there is a change in the price of P1. So say that the price increased to 8 rupees. P1 now become 8 rupees. No change in income, right? Our income is remaining as 40 itself, but our price has increased to 8 rupees. There is an increase of 3 rupees and our initial price has increased to 8 rupees. So as I said, what will happen to the budget line? So first we can easily ഇവിടെ എന്തെങ്കിലും മാറ്റം വരും. Because this good hasn't changed, right? This is P2. P2 is 4. It still remains 4. P1 8 ആകുമ്പോൾ P2 എന്താണ്? 4 തന്നെയാണ്. P2 still remains 4. So the y-intercept won't be having any changes, because in 40 rupees, if you are only consuming good 2, we will get 10, okay? 0, 10. We'll be getting 10, what was it? Oranges or apples? Say it was orange and apple. We will be again getting 10 oranges. So y2 ഇവിടെ good 2ന്റെ കൺസെപ്ഷനിൽ ഗുഡ് 1ന് നമ്മൾ ഗുഡ് 2 മാത്രം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഗുഡ് 1ന്റെ പ്രൈസ് ഈ y ഇന്റർസെപ്റ്റിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ദർ വിൽ ബി ചേഞ്ച് ഇൻ x ഇന്റർസെപ്റ്റ്. ആസ് ഇസ് വാട്ട് ഈസ് x ഇന്റർസെപ്റ്റ്? M/P1. അപ്പോൾ P1 was 5. The new P1 is 8. So what is M/P2? M/P1 dash no. M/P1 dash എന്ന് പറഞ്ഞാൽ മാറിയ P1. അങ്ങനെ തൽക്കാലം ഡിനോട്ട് ചെയ്യും. അപ്പോൾ 40/8 5. സോ നമ്മളെ ഈ 80 നമ്മളെ ബഡ്ജറ്റ് ലൈൻ എന്താവുകയാണ്? ഈ 5 എക്സാക്ട്ലി ഈ നമ്മളെ see this, it is not up to the scale, but just for
റെഫറൻസ് ഓൺലി ആയിട്ട് ഒരു റാൻഡം റഫ് ഫിഗറാണ് വരച്ചത്. സോ 50. സോ നമ്മളെ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ ഇതായിരുന്നു. ആ ബഡ്ജറ്റ് ലൈൻ എന്തായി? ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. സോ ഇങ്ങോട്ട് ഇത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. P1 8 നിന്ന് 5 വന്നപ്പോൾ. സോ ഹിയർ വി ഡിസ്കസ് വാട്ട് an increase in the price of good one would tend to draw our graph this way. This was our initial one. This is our new graph. P1 dash is equal to 8 P1 is equal to 5. അപ്പോൾ ഒരു increase in income has reduced our graph. ഈ ഗ്രാഫിനെ ഇങ്ങനെ tilt ചെയ്തു. Then we are looking into another case. See, this is our as drawing our initial income, initial budget line, good 1, good 2. Drawing the same again. ഇവിടുത്തെ നമ്മൾ ഇതേ ബഡ്ജറ്റ് ലൈൻ 80 0 0 10. Now instead of increasing to 8, our price is decreasing to 2 rupees. P1 was 5. The P1 now decreases to P1 is equal to, or P1 dash is equal to 2 rupees. 2 rupeesലേക്ക് നമ്മളെ ഗുഡ് കുറയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ഗുഡ് 2? ഗുഡ് 2 ഗുഡ് 1 ഇപ്പോൾ എക്സ് ആക്സിൽ ഇപ്പോൾ 1 ആണ്. ഗുഡ് 2 again good 2's price is what? 4 again, no changes. P2 is 4 again here, no changes. നമ്മളിപ്പം ഗുഡ് 1നെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ y ഇന്റർസെപ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ? നോ ചേഞ്ചസ്, ബിക്കോസ് ഗുഡ് 2 remains same. ബട്ട് എക്സ് ഇന്റർസെപ്റ്റിൽ m/p1, അവർ m എത്രയാണ്? നമ്മുടെ m 40 ആണ്. അപ്പോൾ m/p1 ഡാഷ് 40/2 rupees ആണ് പുതിയത്. 20 ഗുഡ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ അവർ എക്സ് ഇന്റർസെപ്റ്റ് ചേഞ്ചസ് ടു ഫ്രം 0.8 to 20 0ലേക്ക് നമ്മളെ ഗുഡ് എന്താവുകയാണ്? മാറുകയാണ്. അപ്പോൾ 40/2 20. As I said, ഇതൊരു എക്സാക്റ്റ് അല്ലേ. 8 ഇവിടെ വന്നാൽ 20 ഇവിടെ അല്ലേ. 20 അങ്ങ് അപ്പുറം അങ്ങനെ വരിക. ബട്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓൺലി ഐ എം ഡ്രോയിങ് എ റഫ് ഗ്രാഫ്. സോ സി എ ഡിക്രീസ് ഇൻ പ്രൈസ്, അല്ല എൻ ഇൻക്രീസ് ഇൻ പ്രൈസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇൻക്രീസ് ഇൻ പ്രൈസ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. സോ ബട്ട് ഡിക്രീസ് ഇൻ പ്രൈസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഡിക്രീസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു 40 rupees ആയിരുന്നു നമ്മൾ ഇനീഷ്യൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ 40 rupeesൽ ഗുഡ് x1 5 രൂപയായിരുന്നു, നമുക്ക് 8 എണ്ണം കൺസ്യൂം ചെയ്യാൻ പറ്റുമായിരുന്നു. അത് 8 രൂപയാകുമ്പോൾ നമുക്ക് 5 എണ്ണേ കൺസ്യൂം ചെയ്യാൻ പറ്റും. Because the price has increased so that we cannot consume as earlier. So we have to reduce our consumption. So that's why we have reduced our consumption from 8 to 5. When the price has decreased, the price was decreased to now 2 rupees. So the what is x-intercept? X-intercept is a situation where we are only consuming good 1. So in that good 1, m/p2, അതായത് 2 രൂപയായപ്പോൾ നമുക്ക് 2 രൂപയ്ക്ക് 40 രൂപ നമ്മുടെ അടുത്തിൻ്റെ മുഴുവനും ഗുഡ് 1ൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 20 good 1 കിട്ടും. സോ അവർ എക്സ് ഇന്റർസെപ്റ്റ് ചേഞ്ചസ് ടു 20 0. സോ ദിസ് ഈസ് അവർ 2 ഗ്രാഫ്. പ്രൈസ് ചേഞ്ചിൻ്റെ 2 ഗ്രാഫാണിത്. ഇത് ഡിക്രീസ് ചെയ്യുന്നതും ഇത് ഇൻക്രീസ് ചെയ്യുന്നതും. ഇത് ഇൻക്രീസ് ചെയ്യുന്നത്, ഇത് ഡിക്രീസ് ചെയ്യുന്നത്. കാരണം പക്ഷേങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ, ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എഗെയിൻ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചേ കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഷിഫ്റ്റ് ടു leftwards. So we have looked into what earlier we have looked into increase in income and decrease in income. Now we have looked into increase in price and decrease in price. Okay, we have discussed preferences of consumers. Now we have discussed budget line and budget set of consumers. So preferences in നമ്മൾ ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതായത് ഈ ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് ഒരേ പ്രിഫറൻസ് ആയിരിക്കും, ഒരേ ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ബഡ്ജറ്റ് ലൈൻ. സോ ബഡ്ജറ്റ് ലൈൻ അവർ P1x1 plus P2x2 is equal to m, ആ ഒരു ബഡ്ജറ്റ് ലൈൻ. സോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു സൈഡിലുണ്ട്, നമ്മുടെ പ്രിഫറൻസ്, നമുക്ക് വേണ്ട ഗുഡ്സ്, നമ്മൾ ഇന്ന ഗുഡിനെ ഓർഡർ ചെയ്ത് പ്രിഫർ ചെയ്തത്, ഈ സെറ്റാണെങ്കിൽ ഞാൻ ഓക്കെ, ഈ സെറ്റാണെങ്കിൽ ഞാൻ ഓക്കെ അല്ല, ഈ 2 സെറ്റിൽ ഏതായാലും പ്രശ്നമില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് we set our preferences. Then again we set our budget line.
ദാറ്റ് നമുക്ക് എങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ അവർ ബഡ്ജറ്റ് ലൈൻ. സോ വാട്ട് വാസ് അവർ സ്ലോപ്പ് ഓഫ് ദിസ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു? MRS ആയിരുന്നു, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു ഗുഡ് 1 കൺസ്യൂം ചെയ്യേണ്ടിയിട്ട് ഗുഡ് 1 അധികം കൺസ്യൂം ചെയ്യണമെങ്കിൽ ഗുഡ് 2 എത്ര കൊടുക്കണം? ഇവിടെ 1 ആണ് 2. ഇപ്പോൾ ഗുഡ് 1 കൺസ്യൂം ചെയ്യണമെങ്കിൽ ഗുഡ് 2 എത്ര? 4 ഗോ ചെയ്യണം. അതായിരുന്നു MRS. നമ്മുടെ ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു? വി പ്രൂവ്ഡ് ഇറ്റ് യൂസിങ് ലാസ്റ്റ് ക്ലാസ്. ദിസ് ക്ലാസ് ഓൺലി. P1 by P2 is our slope of our budget line. സോ നമ്മുടെ കയ്യിൽ പ്രിഫറൻസും ഉണ്ട്, നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ലൈനും ഉണ്ട്. സോ ഈ രണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ വരുമാനത്തെയും നമ്മൾ എന്താക്കാൻ പോവാണ്? ഇനി ഒരുമിച്ച് കൂട്ടാൻ പോവാണ്. സോ അതായത് ഹൗ മച്ച് വി ക്യാൻ കൺസ്യൂം, വാട്ട് ഈസ് ഒപ്റ്റിമൽ എമൗണ്ട് വി ക്യാൻ കൺസ്യൂം. അതായത് നമ്മളെ സന്തോഷിപ്പിക്കാനും അതോടൊപ്പം നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്യുന്ന, ടു മേക്ക് അസ് ഹാപ്പി, അല്ലെങ്കിൽ നമ്മളൊരു മാക്സിമം ഹാപ്പി ആക്കുകയും എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്യുന്ന. സോ ദീസ് 2 things we are integrating. So that is our optimal choice. So our optimal choice will be what? When we നമ്മുടെ പ്രിഫറൻസിനെയും നമ്മുടെ ബഡ്ജറ്റിനെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒപ്റ്റിമൽ ചോയ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുക. സോ റിമെമ്പർ ദിസ്, റൈറ്റ്? ഇതാണ് ഇൻഡിഫറൻസ് കർവ്, ദിസ് ഈസ് അവർ ബഡ്ജറ്റ് ലൈൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് ബോത്ത് ഓഫ് ദീസ് 2. സോ വി ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ്, റൈറ്റ്? നമ്മുടെ ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്, ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. സോ ദിസ് ഈസ് അവർ ബഡ്ജറ്റ് ലൈൻ. See that say this, try consider this is our indifference curve. See, ഇതാണ് നമ്മൾ IC 1 2 3 4 5, IC 5 ആണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് വിചാരിക്കാം. സോ where are we? Is this indifference curve attainable? ഈ ഇൻഡിഫറൻസ് കർവ് feasible ആണോ? Is it feasible for us? Obviously not, because our budget line stands here, right? Our budget line നമ്മളെ M by P1 M by P2. നമ്മുടെ ബഡ്ജറ്റ് ഇതേ ഉള്ളൂ, നമ്മുടെ ബഡ്ജറ്റ് ഇതാണ്, ഒരൊറ്റ ലൈനാണ്, നമ്മുടെ ബഡ്ജറ്റ് ഇതാണ്. സോ അവർ പ്രിഫറൻസ് അങ്ങ് മുകളിലാണ്. സോ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കുത്തിരിക്കലേ ഉണ്ടാവും. സോ ലൈക്ക് ദിസ് ഇസ് ലൈക്ക് ഞാൻ ലംബോർഗിനി ആഗ്രഹിക്കുന്നതിലോട്ടാണ്, അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല, ഐ ഡോണ്ട് ഹാവ് ദ ബഡ്ജറ്റ്. സോ ദിസ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോട്ട് ഫീസിബിൾ. ആൻഡ് കൺസിഡർ ദിസ് ഇൻഡിഫറൻസ് കർവ്, ഈ ഇൻഡിഫറൻസ് കർവ്. See, this is our budget line. ഒറ്റ ലൈൻ അതേ ഉള്ളൂ, ഞാനിങ്ങനെ മുകളിൽ വരയ്ക്കുന്നതാണ്. This is only a single line. This interference curve is like what? Lying below our budget line. നമ്മുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ താഴെയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ അണ്ടർ യൂട്ടിലൈസിങ് അവർ റിസോഴ്സസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ 40 രൂപയ്ക്ക് ഉണ്ടായിരുന്നു, ബട്ട് നമ്മളൊരു 2 ആപ്പിൾ 3 ഓറഞ്ച് അങ്ങനെ വാങ്ങുന്നുള്ളൂ. ലൈക്ക് വി ആർ ഓൺലി സ്പെൻഡിങ് ലെസ്. നമ്മൾ 20-25 രൂപ മാത്രം ചിലവാക്കി ആ 2 ആപ്പിളോ 3 ഓറഞ്ചോ മാത്രം വാങ്ങുന്ന ഒരവസ്ഥയാണ് എന്ത് ഇവിടെ? അണ്ടർ യൂട്ടിലൈസിങ് അവർ റിസോഴ്സസ്. സോ ദിസ് ഈസ് അവർ ബഡ്ജറ്റ് ലൈൻ. ദെൻ വാട്ട് ഹാപ്പൻസ്? വിച്ച് ഈസ് ഒപ്റ്റിമം? എന്താണ് നമ്മൾ ഒപ്റ്റിമം? സോ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇതാണ്, ശ്രദ്ധിച്ചേ, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇതാണ്. ആ ബഡ്ജറ്റ് ലൈനിനെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന ഒരു ഇൻഡിഫറൻസ് കർവ്, അവിടെയാണ് നമ്മൾ ഒപ്റ്റിമം ഉണ്ടാവുക. മാറ്റി വരയ്ക്കുക. ഇതാണ് നമ്മളെ ബഡ്ജറ്റ് ലൈന്. ഈ ബഡ്ജറ്റ് ലൈനിനെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന ടാൻജൻ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്. ഈ ഇങ്ങോട്ട് മുകളിലോട്ടുള്ള ഇൻഡിഫറൻസ് കർവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഈ താഴോട്ടുള്ള ഇൻഡിഫറൻസ് കർവ് അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. സോ വി കനോട്ട് അറ്റൈൻ ദാറ്റ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ ബഡ്ജറ്റ്. ദ ലോവർ ഇൻഡിഫറൻസ് കർവ് മീൻസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് അവർ റിസോഴ്സസ്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് അവർ indifference curve is only 5. We can have different indifference curve. നമുക്ക് എത്ര കോമ്പിനേഷൻസ് വേണേൽ ആക്കിയിട്ട്, എനിക്കിപ്പോൾ നമുക്ക് ഓഡിയും BMW തമ്മിൽ ഞാൻ ഒരുപോലെ കാണുന്നു. എൻ്റെ ഇൻഡിഫറൻസ് ഓഡി വാങ്ങിയാലും BMW വാങ്ങിയാലും ഒരുപോലെയാണ്. അങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഇവിടെ ഉണ്ടാവും. ബട്ട് ദാറ്റ് ഇൻഡിഫറൻസ് കർവ് വിൽ ഓൾവേസ് ബി ദർ, റൈറ്റ്? ആ ഒരു ഡിഫറെൻറ്റ് കൺസെപ്ഷൻ ബണ്ടിൽ തമ്മിൽ ഞാൻ ഇൻഡിഫറൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സോ ദാറ്റ് ഈസ് വേ ടു അബവ് ഫ്രം അവർ ബഡ്ജറ്റ് ലൈൻ. ഡോണ്ട് തിങ്ക് ദാറ്റ് അവർ ഇൻഡിഫറൻസ് കർവിൽ നമ്മളെ ഇൻഡിഫറൻസ് കർവ് 1-2 മാത്രമേ ഉണ്ടാവും. നമുക്ക് എത്ര ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവും? ഇവിടെ ഉണ്ടാവാം, ഇവിടെ ഉണ്ടാവാം, ഇതിൻ്റെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും ഒക്കെ. നമ്മൾ ഈ കൂട്ടും തമ്മിൽ ഇൻഡിഫറൻ്റ് ആണ്, ഈ കൂട്ടും തമ്മിൽ ഇൻഡിഫറൻ്റ് ആണ്, ഈ കൂട്ടും തമ്മിൽ ഇൻഡിഫറൻ്റ് ആണ്. അത് മാത്രമേ ഇൻഡിഫറൻസ് കർവ് ആക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഒന്നേ ഉണ്ടാവും, കാരണം നമുക്ക് ബഡ്ജറ്റ് ഇതാണ്. സോ ഇവിടെ ഓഡി BMW എന്നുള്ളതല്ലേ, ഇവിടെ ഗുഡ് 1ഉം ഗുഡ് 2ഉം
എത്രയോ അറ്റൻഡ് ചെയ്തു. അതായത് 1,00,000 ആപ്പിളും 1,00,000 ഓറഞ്ചും തരികയാണെങ്കിൽ ഞാൻ എന്താണ് ഇൻഡിഫറൻ്റ് ആണ്. അപ്പോൾ നേരെ മറിച്ച് ഇവിടെ ഒരു 80,000 ആപ്പിളും 20,000 ഓറഞ്ചും തമ്മിൽ ഓക്കെയാണ്, 80,000 ഓറഞ്ചും 20,000 ആപ്പിളും തമ്മിൽ ഓക്കെയാണ് എന്നെല്ലാം പറയുന്ന ഒരു പോയിന്റാണിത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് അറ്റൈനബിൾ ബൈ us, റൈറ്റ്? അവർ ഇൻഡിഫറൻറ്റ് സർവീസ് വേ ടു ഹൈ, ബട്ട് വി ആർ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ 80,000 ആൻഡ് ദാറ്റ് 20,000 കൺസംഷൻ. ദാറ്റ് ഈസ് വാട്ട് വി ആർ സെയിങ്. ഇവിടെയും നമ്മൾ ഇൻഡിഫറൻ്റ് ആണ്, അതായത് 2 ആപ്പിളും 1 ഓറഞ്ചും, 1 ആപ്പിളും 2 ഓറഞ്ചും. വി ആർ ഇൻഡിഫറൻറ്റ്. സോ ബട്ട് ഇൻഡിഫറൻസ് കർവ് എന്താണ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ ഇൻഡിഫറൻസ് കർവ് ഈ ബഡ്ജറ്റ് ലൈനിനെ ഈ ബഡ്ജറ്റ് ലൈനിനെ തൊടുന്ന ആ ഒരു പോയിന്റ്, ദാറ്റ് വിൽ ബി അവർ ഒപ്റ്റിമം ബണ്ടിൽ. അതായത് ഒപ്റ്റിമം കൺസപ്ഷൻ. ദാറ്റ് അവർ പ്രിഫറൻസസും നമ്മുടെ ആഗ്രഹങ്ങളും പ്രിഫറൻസസും നമ്മളെ ബഡ്ജറ്റും കൂടി നമ്മൾ എന്താക്കാണ് ഒന്ന് കൂട്ടിമുട്ടിച്ചു, ഒന്ന് താരതമ്യം ചെയ്തു. അതായത് എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ വരുമാനത്തെയും ഞാനൊന്ന് കൂട്ടിമുട്ടി എന്താണ് ഹൗ മച്ച് ഐ ക്യാൻ അച്ചീവ് ഫ്രം ദിസ്, ഹൗ ഒപ്റ്റിമമായിട്ട്, അതായത് എൻ്റെ സന്തോഷവും ഏറ്റവും മാക്സിമം സന്തോഷം ഈ ബഡ്ജറ്റിൽ. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പണിങ് ഹിയർ. ഐ എം ഹാപ്പി ഹിയർ ഓൾസോ, ഐ എം മോർ ഹാപ്പി ഹിയർ ബട്ട് ഐ കനോട്ട് അച്ചീവ്. ഐ എം ലെസ് ഹാപ്പി ഹിയർ ബിക്കോസ് I am also happy here but I can achieve more, so I am going to a higher indifference curve. Here I am coming to a lower indifference curve. ഈ ഇൻഡിഫറൻസ് ഇങ്ങനെ മാറി മാറി ഈ ബഡ്ജറ്റ് ലൈനിനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ആ ഒരു പോയിന്റ്, ദാറ്റ് ഈസ് അവർ ഒപ്റ്റിമം കൺസപ്ഷൻ ബണ്ടിൽ. സോ ഇവിടെ ഈ പോയിന്റിൽ ഇറ്റ് ഈസ് ടാൻജൻ്റ് ആണ്. ഈ ഐ സി ബഡ്ജറ്റ് ലൈനിന് ടാൻജൻ്റ് ആണ്. ഐ സി ബഡ്ജറ്റ് ലൈന്, അതായത് ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈന് ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്ത് അങ്ങ് പോകും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വന്നു ഇങ്ങനെയല്ല, ഒരൊറ്റ പോയിന്റിൽ വരയ്ക്കാൻ ലേശം പ്രയാസം ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്നത്, ദാറ്റ് ഈസ് അവർ പ്രിഫറൻസസ് ആർ ഒപ്റ്റിമം അറ്റ് ദിസ് പോയിന്റ്. വാട്ട് ഹാപ്പൻസ് ഹിയർ? സ്ലോപ്സ് വിൽ ബി ഈക്വൽ. സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അതായത് MRS ഈസ് ഈക്വൽ ടു, what is MRS? MRS is the slope of IC. MRS is equal to minus P1 by P2. So MRS എന്താണ്? ബഡ്ജറ്റ് ലൈൻ്റെ, ഇത് ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പാണ്, ഇത് MRSൻ്റെ സ്ലോപ്പാണ്. സോ both of the slopes will be equal in what? Optimum consumption bundle. So we have integrated our taste and our preferences into what? Into a single ഇതിലേക്ക് നമ്മൾ ഒപ്റ്റിമം കൺസപ്ഷൻ, അതായത് നമ്മൾ ബഡ്ജറ്റും പ്രിഫറൻസും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഒപ്റ്റിമം കൺസപ്ഷനിലേക്ക് നമ്മൾ വരികയാണ് ഉണ്ടായത്. സോ ഇൻ ദിസ് സെഷൻ ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട്? ഫസ്റ്റ് വി ഡിറൈവ്ഡ് ദ സ്ലോപ്പ് ഓഫ് എ ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് എ ബഡ്ജറ്റ് ലൈന് P1 by minus P1 by P2 ആണ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഡെൽറ്റ x1 ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x1 എന്നുള്ള ആ ഇക്വേഷൻ P1 x1 പ്ലസ് P2 x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് വി ഡിറൈവ്ഡ് വാട്ട്? സ്ലോപ്പ് ഓഫ് എ ബഡ്ജറ്റ് ലൈൻ. Then we discussed about what happens to a budget line when there is an increase in income. Income increase ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈന് right ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ബഡ്ജറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. Then we discussed about what happens to a budget line when there is a decrease in price and when there is a increase in price. Then we try to integrate our what? Budget line and our indifference curve. Then we derive into an optimal consumption bundle. Our optimal consumption bundle will be a point where the indifference curve will be tangent to the budget line. So which is when at a time when they are tangent to each other, their slopes will be equal. That is MRS is equal to P1 by P2. Thank you.